ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലകരുടെ തുടർ പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള സെറ്റ് എക്സാം, കാറ്റഗിസം എക്സാമിനേഷൻ ഫോർ ടീച്ചേഴ്സ്, മതാധ്യാപക പരീക്ഷയുടെ ഈ ഓൺലൈൻ പഠന ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വാസ പരിശീലകർ പഠിച്ചുകൊണ്ടിരിക്കുക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. ഈ മതബോധന ഗ്രന്ഥത്തിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗം വിശ്വാസ സംക്ഷേപത്തെക്കുറിച്ചാണ്. എന്ത് നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സംഹിതകളെക്കുറിച്ചാണ് ഒന്നാമത്തെ ഭാഗം വിശദമാക്കുക. രണ്ടാമത്തെ ഭാഗമാകട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ആരാധന ക്രമത്തെക്കുറിച്ചാണ് ഈ ഭാഗം നമ്മൾ വിശദമാക്കി തരിക. ആരാധന ക്രമത്തിൽ എപ്രകാരമാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഘോഷിക്കുക, ആ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളും ഫലങ്ങളും എന്തെല്ലാമാണ്. വിശ്വാസ ആഘോഷം എന്ന് പറഞ്ഞാൽ കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, ആരാധനക്രമ വത്സരം, ഇന്ന് തുടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള ആഘോഷ രീതികളാണ് നമുക്കുള്ളത്. ഈ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളിലെല്ലാം നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ക്രിസ്തു രഹസ്യങ്ങളാണ്. മൂന്നാമത്തെ ഭാഗത്ത് വളരെ വിശദമാക്കുക, നമ്മൾ വിശ്വസിക്കുന്നവ, നമ്മൾ ആഘോഷിക്കുന്നവ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ക്രിസ്തീയ ജീവിത ശൈലിയെക്കുറിച്ചാണ് മൂന്നാമത്തെ ഭാഗം നമ്മൾ പഠിപ്പിച്ചു തരിക. ഒരു ധാർമ്മിക ജീവിത ശൈലിയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ അനുസരിച്ച് മറ്റൊരു ക്രിസ്തുവായിട്ട് ഒരു ക്രിസ്ത്യാനി മാറേണ്ടതിനെ കുറിച്ചാണ് ഈ മൂന്നാമത്തെ ഭാഗം വിശദമാക്കി തരിക. നാലാമത്തെ ഭാഗമാകട്ടെ, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ എന്തെല്ലാമാണ്, പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ്, ഇവയെല്ലാമാണ് നമ്മൾ നാലാമത്തെ ഭാഗത്ത് പഠിക്കുക. ഇതിൽ നമ്മൾ ഈ വർഷം പഠന വിഷയമാക്കുക രണ്ടാമത്തെ ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള ആരാധന ക്രമ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഭാഗത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അധ്യായങ്ങളാണ്. കഴിഞ്ഞ വർഷം ഈ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷ രീതികളിൽ പ്രാരംഭ കൂദാശകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രാരംഭ കൂദാശകൾ മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നിവയാണ്. ഈ പ്രാരംഭ കൂദാശകളിലൂടെ നമ്മൾ ആഘോഷിക്കുന്നവ ക്രിസ്തു രഹസ്യങ്ങളാണ്, ഒപ്പം തന്നെ പെസഹ രഹസ്യങ്ങളുമാണ്. എന്താണ് ക്രിസ്തു രഹസ്യങ്ങൾ? ഈശോയുടെ പിറവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈശോയുടെ ജനനം, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹനം, മരണം, ഈശോയുടെ ഉത്ഥാനം, സ്വർഗാരോപണം, ഈശോയുടെ രണ്ടാമത്തെ വരവ്, സഭയുടെ മഹത്വീകരണം, ഇവയെല്ലാം അടങ്ങുന്നതാണ് ക്രിസ്തു രഹസ്യങ്ങൾ. എന്നാൽ എന്താണ് പെസഹ രഹസ്യങ്ങൾ? പെസഹ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെസഹ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവയാണ്. അത് ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം, ഈശോയുടെ സ്വർഗാരോഹണം, ഇവയെല്ലാം അടങ്ങുന്നതാണ് പെസഹ രഹസ്യങ്ങൾ. ഇങ്ങനെ ഈ ക്രിസ്തു രഹസ്യങ്ങളും പെസഹ രഹസ്യങ്ങളെയും പൊതുവായിട്ട് സഭ പറയുക രഹസ്യമെന്നാണ്. ദിവ്യരഹസ്യം, ക്രിസ്തു രഹസ്യം എന്നൊക്കെ അതിന് സഭ വിശേഷിപ്പിക്കുന്നു. ഈ രഹസ്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് പ്രതീകങ്ങളിലൂടെയും അതുപോലെ തന്നെ അടയാളങ്ങളിലൂടെയും നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതി? ദൈവം, പിതാവായിട്ടുള്ള ദൈവം പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിച്ച മനുഷ്യവംശത്തിൻ്റെ രക്ഷയാണ് ഈ രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതി എന്നേക്കുമായിട്ട് ദൈവം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈശോയിലൂടെ. എന്നാൽ ഇന്ന് നമുക്കത് ആഘോഷിക്കാനായിട്ട് സാധിക്കുക സഭയുടെ ആരാധനക്രമത്തിലൂടെയാണ്. മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുക ഒരു പുതിയ ജീവിതമാണ്, ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം. ഈ പുതിയ ജീവിതം എങ്ങനെ നമുക്ക് ആഘോഷിക്കാനും അനുഭവിക്കാനും സാധിക്കും എന്നുള്ളത് കഴിഞ്ഞൊരു വർഷം നമ്മൾ പഠന വിഷയമാക്കി നമ്മൾ പഠിച്ച് പൂർത്തിയാക്കുകയുണ്ടായി. ഈ ഒരു വർഷത്തിൽ നമ്മൾ പഠിക്കുക മതബോധന ഗ്രന്ഥത്തിലെ 1420 പാരഗ്രാഫ് മുതൽ 1690 വരെയുള്ള പാരഗ്രാഫുകളും 360 പേജ് മുതൽ 425 വരെയുള്ള പേജുകളുമാണ്. ഇവിടെ വിശദമാക്കുന്നത് 3 അധ്യായങ്ങളിലൂടെ
രണ്ടാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് സൗഖ്യദായക കൂദാശകളെക്കുറിച്ചും, മൂന്നാമത്തെ അധ്യായത്തിൽ കൂട്ടായ്മയുടെ കൂദാശ എന്നറിയപ്പെടുന്ന ദൗത്യദായക കൂദാശകളെക്കുറിച്ചും, നാലാമത്തെ അധ്യായത്തിൽ കൂദാശ കൽപ്പങ്ങൾ അഥവാ സാക്രമെന്റ്സ് കൂദാശ അനുകരണങ്ങളെക്കുറിച്ചുമാണ്. എന്താണ് സൗഖ്യദായക കൂദാശകൾ? നമുക്ക് രണ്ട് സൗഖ്യദായക കൂദാശകളാണുള്ളത്. ഒന്ന് കുമ്പസാരവും മറ്റൊന്ന് രോഗിലേപനവും. കുമ്പസാരത്തിലും രോഗിലേപനത്തിലും സംഭവിക്കുക ഈശോയുടെ സൗഖ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്താനായിട്ട് വന്നപ്പോൾ തളർവാദ രോഗിയോട് ഈശോ ആദ്യം പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അവന്റെ പാപങ്ങൾ ക്ഷമിച്ച ഈശോയുടെ സൗഖ്യത്തിന്റെ ആ വലിയ അനുഭവം അത് ഈശോ ഇന്ന് സഭയിൽ കൂദാശകളിലൂടെ തുടരണമെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു. ഈശോയുടെ ആ ഒരു ആഗ്രഹമാണ് സഭയിൽ ഇന്ന് ഈ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധമായിട്ടുള്ള കുർബാനയിലൂടെയും നമുക്ക് ലഭിക്കുക ഈശോയിലുള്ള നവജീവിതമാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ 2 കൊരിന്തോസ് 1-5 തിരുവചനത്തിൽ പൗലോസ്ലീഹ വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ ജീവിക്കുന്നത് ലൗകിക കൂടാരങ്ങളിലാണ്, ഈ ഭൗമിക ലോകത്താണ്. എന്നാൽ മറ്റൊരു ലോകം കൂടിയുണ്ട്, മനുഷ്യകരങ്ങളാൽ തീർക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരിടം. അതാണ് സ്വർഗീയ ഭവനം. ആ സ്വർഗീയ ഭവനത്തിൽ ലക്ഷ്യം വെച്ചുള്ളതാണ് നമ്മുടെ ജീവിതം. എന്നാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതാകട്ടെ ഈ ലൗകിക കൂടാരങ്ങളിലാണ്, ഈ ഭൗമിക സാഹചര്യങ്ങളിലാണ്, വേദനയുടെയും സഹനങ്ങളുടെയും രോഗങ്ങളുടെയും ഈ ഒരു സാഹചര്യങ്ങളിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അവൻ തളർന്നു പോകും, തകർന്നു പോകും. അവൻ പാപ സാഹചര്യങ്ങളിൽ വീഴാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് അവന് പാപ സാഹചര്യങ്ങളിൽ നിന്നും കരയേറി ആത്മീയ സൗഖ്യം പ്രാപിക്കാനായിട്ട്, രോഗസൗഖ്യം പ്രാപിക്കാനായിട്ട് ഈശോ സ്ഥാപിച്ച 2 വിശുദ്ധമായിട്ടുള്ള കൂദാശകളാണ് കുമ്പസാരവും രോഗീലേപനവും. ഈ കുമ്പസാരവും രോഗീലേപനവും എങ്ങനെയാണ് പരികർമ്മം ചെയ്യപ്പെടുക, ഇതിലൂടെ ലഭിക്കുന്ന കൃപകളും ദാനങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. തീർച്ചയായിട്ടും വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുക കൂട്ടായ്മയുടെ കൂദാശകളെ കുറിച്ചാണ്, ദൗത്യദായക കൂദാശകളെ കുറിച്ചാണ്. 2 കൂദാശകളാണ് കൂട്ടായ്മയുടെ കൂദാശകൾ അഥവാ ദൗത്യദായക കൂദാശകൾ എന്നറിയപ്പെടുക. അതൊന്ന് തിരുപ്പട്ടവും മറ്റൊന്ന് വിവാഹവുമാണ്. ഈ തിരുപ്പട്ടത്തിലൂടെയും വിവാഹം എന്ന കൂദാശയിലൂടെയും പ്രത്യേകമായിട്ട് ഒരു ക്രിസ്തു നൽകുന്ന ദൗത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഈ കൂദാശകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളവയല്ല, മറിച്ച് ഈ കൂദാശകൾ ഇത് മറ്റുള്ളവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള, മറ്റുള്ളവരുടെ രക്ഷയെ കരുതിയിട്ടുള്ളതാണ്. തിരുപ്പട്ടത്തിലൂടെ ഒരു വൈദികൻ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ പ്രവേശിച്ച് ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ചെയ്യുന്ന കർമ്മവിധികളും ശുശ്രൂഷകളിലും നൽകുന്ന വചന പഠനങ്ങളിലൂടെയും ഒക്കെ ആത്മാക്കളുടെ രക്ഷയാണ് ലക്ഷ്യം വെച്ചിരിക്കുക. അതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശയിൽ പരസ്പരം ബന്ധിതരാകുന്ന ഒരു പുരുഷനും സ്ത്രീയും അവരവരുടെ വിവാഹ ജീവിതം പരിശുദ്ധമായിട്ട് ജീവിച്ച് പരസ്പരം രക്ഷയുടേക്കുള്ള വഴി തുറന്നു നൽകുകയാണ് ചെയ്യുക. ഈ 2 കൂദാശകളെ കുറിച്ചും വളരെ വിശദമായിട്ട് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് പഠിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാമതായിട്ട് നമ്മൾ കാണുക 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുക കൂദാശ കൽപ്പങ്ങൾ അഥവാ കൂദാശ അനുകരണങ്ങളെ കുറിച്ചാണ്. സാക്രമെന്റൽസ് ആണ്. എന്താണ് ഈ കൂദാശ അനുകരണങ്ങൾ? സഭയിൽ സ്ഥാപിക്കപ്പെട്ടവയാണ് ഈ കൂദാശ അനുകരണങ്ങൾ. തീർച്ചയായിട്ടും കൂദാശകൾ സ്വീകരിക്കുന്നതിന് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സഹായിക്കുന്നത്, കൂദാശകളിലൂടെ അവന് ലഭിക്കുന്ന ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായിട്ട് ഒരു വിശ്വാസിയെ സഹായിക്കുന്നവയാണ് കൂദാശ അനുകരണങ്ങൾ. ഈ കൂദാശ അനുകരണങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. അതിൽ ഏതാനും ചിലത് അച്ഛനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തേത് ചില ബ്ലെസ്സിങ്സ് ആണ്, അതായത് നൽകുന്ന കൃപയുടെ അനുഗ്രഹങ്ങളാണ്. ഈ കൃപയുടെ അനുഗ്രഹങ്ങൾ വ്യക്തികൾക്ക് നൽകപ്പെടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നൽകപ്പെടുന്നുണ്ട്. വ്യക്തികൾ എന്ന് പറയുമ്പോൾ സന്യാസ വ്രതം സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന സന്യാസ വ്രത നവീകരണ ശുശ്രൂഷ ഒരു കൂദാശ അനുകരണമാണ്.
അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ വിശുദ്ധമാക്കപ്പെടുന്നത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ദേവാലയം, അൾത്താര ഇവ കൂദാശ ചെയ്യപ്പെടുന്നത് ഒരു കൂദാശ അനുകരണത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന എക്സോർസിസം, ഇതിലൂടെ ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സഭയുടെ ശുശ്രൂഷയാണ്. ഇതൊരു കൂദാശ അനുകരണമാണ്. ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 2ാമത്തെ ഭാഗമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പഠനം, ഇത് നിങ്ങൾക്ക് വലിയൊരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ. നന്നായിട്ട് പഠിച്ച് ആഗതമാകുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം നിങ്ങളൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.